പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നരിവേട്ട അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നമ്മുടെ അബിൻ ജോസഫ് എന്ന് പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വ്യക്തി എഴുതിയ തിരക്കഥയിൽ എഴുതിയ ഒരു ചിത്രം. ടൊവിനോയാണ് നായകൻ. സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ എന്നിവരൊക്കെ നിറഞ്ഞാടിയ ചിത്രം. നമ്മൾ വളരെ പ്രതീക്ഷയോടെ പോയി കണ്ട ചിത്രം തന്നെയാണ്. പക്ഷേ ചിത്രത്തെ പറ്റി പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിങ്ങൽ ആ ചിത്രം കാണുമ്പോൾ മനസ്സിൻ്റെ എവിടെയോ കൊളുത്തി പിടിക്കുന്ന പോലെ ഒരു വിങ്ങൽ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ആ ചിത്രം അടിച്ചമർത്തപ്പെട്ടവൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമായി തോന്നി. ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇഷ്ടം, അധികം പൊളിറ്റിക്കലിലേക്ക് പോകാതെ വിവാദമാകാതെ ഒരു മുത്തങ്ങ സമരം എന്ന് പറയുന്ന നമ്മുടെ ഭൂതകാലത്തിൽ കണ്ട ഒരു സമരത്തിൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമാറാണ് ഈ ചിത്രം തിരക്കഥ എഴുതിയിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ വികാരം പ്രകടിപ്പിക്കുവാൻ നമുക്ക് എന്താണ് മാർഗം? ത്തിനെതിരെ നമ്മൾ വികാരം പറയുമ്പം നമ്മൾ പോലീസിനെ കൊണ്ട് നിഷ്ഠൂരമായി ചതയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം സ്വന്തം കാര്യത്തിന് വേണ്ടി തെറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഭരണകൂടത്തിന് വേണ്ടി തെറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള രണ്ട് രീതിയിലാണ് നമ്മൾ പോലീസിനെ പറ്റി ചിന്തിക്കുന്നത്. അവരുടെ നല്ല വശങ്ങൾ ഒത്തിരി കാണാം, പക്ഷെ അവർ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില ന്യൂനതകൾ പോലീസിനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഇടയിൽ ഒരു കരടായിട്ട് ഇങ്ങനെ ശേഷിക്കും. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പം പീറ്റർ എന്ന് പറയുന്ന കഥാനായകൻ, ടൊവിനെ അവതരിപ്പിക്കുന്ന കഥാനായകൻ കൂട്ടനാട്ടുകാരനാണ്. അമ്മയും കാമുകിയൊക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു വ്യക്തി. പക്ഷേ ആൾ സ്വാർത്ഥനാണ്. ആദ്യ സമയത്ത് നമ്മൾ കാണുമ്പോൾ ഒരു സ്വാർത്ഥ മനോഭാവമുള്ള, ഈ കണ്ണീരിലും കാമുകിയുടെയോ അമ്മയുടെയോ ഒന്നും കണ്ണീരിൽ അലിയാത്തൊരു മനസ്സ്, ഒരു ചിന്തയുണ്ട്, ഒരു വൈറ്റ് കോളർ ജോലി. ആ വൈറ്റ് കോളർ ജോലി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ വൈറ്റ് കോളറൊന്നും പോണ്ട, ഒരു നാഷണൽ ഗൈഡ് സർവൻറ്റോ പോലീസ് കോൺസ്റ്റബിളോ ഒന്നുമല്ല ആശാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അസിസ്റ്റൻ്റ് തസ്തിക, അങ്ങനെയൊക്കെയുള്ള ഒരു തസ്തിക പ്രതീക്ഷയ്ക്ക് PFC മാത്രം കേന്ദ്രീകരിച്ച് ഗവൺമെൻറ് ജോലി എന്നുള്ള ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളിയുടെ അന്നേരത്തെ മനോനിതയിൽ അമ്മയുടെ കണ്ണീരോ കാമുകി വീട്ടുകാരുടെ പ്രശ്നങ്ങളോ ഒന്നും പുള്ളിയെ ബാധിക്കുന്നതേ ഇല്ല. പുള്ളി സ്വാർത്ഥനാണ് ആ സമയത്ത്. പക്ഷേ ഒരു സമയത്ത് പുള്ളിക്ക് ിലേക്ക് ചാർജ് എടുക്കേണ്ടി വരുന്നു. അതിനുശേഷം രണ്ടാമത്തെ തലമാണ് കാണിക്കുന്നത്. ടൊവിനോ എന്ന് പറയുന്ന നായക കഥാപാത്രം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത വിവിധ ഭാവങ്ങളുണ്ട്, വിവിധ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രം. ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തിലൊന്ന് ഈ ചിത്രത്തിലെ കഥാപാത്രം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ തന്നെ ടൊവിനോയുടെ കഥാപാത്രത്തിന് വർഗീസ് പീറ്റർ എന്ന പേര് തിരഞ്ഞെടുക്കുന്നത്, നമുക്കൊരു വർഗീസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പം തന്നെ മലയാളികൾക്ക് പല ഓർമ്മകളുണ്ടാകും. അത് തന്നെ ആയിരിക്കാം ഈ പേര് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ പോലീസിൽ ചേർന്ന് പുള്ളി ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പം എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് പോലീസിൻ്റെ ധർമ്മമായിട്ടാണ് പുള്ളി കണക്കാക്കുന്നത്. അതിലൂടെ തൻ്റെ ചുമതല നിർവഹിച്ച് മാറുക, അതുമാത്രമേ ഉള്ളൂ. അതിൻ്റെ ശരിയും തെറ്റുകളൊന്നും ചിന്തിക്കാൻ ഈ വർഗീസ് പീറ്റർ എന്ന് പറയുന്ന നായകന് കഴിയാറില്ല. പിന്നെ അതിനുശേഷം മുത്തങ്ങയെ ഓർമ്മിപ്പിക്കുമാറ് ഒരു ഗ്രാമത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുടെ ഇടയിലേക്ക് പോലീസ് നടത്തുന്ന നരനായായിട്ടും, അതിനുശേഷം ടൊവിനോയുടെ കഥാപാത്രം ഒരു മനുഷ്യനായിട്ട് നിന്ന് സംസാരിക്കുവാനും മനുഷ്യനായി ചിന്തിക്കാനും തുടങ്ങുന്നിടത്താണ് കഥാഗതി ആകെപ്പാടെ മാറുന്നത്. അതിനുശേഷം ഒരു പൗരനായി നിന്നുകൊണ്ട് ഇതിനെതിരെ പറയാനും അദ്ദേഹം തയ്യാറാകുന്നു. അങ്ങനെ ആ പല ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമായി ടൊവിനോ നമ്മളെ അതിശയിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ
ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന പോലെ പലപ്പോഴും പാളിപ്പോകാവുന്ന ഒരു തന്തു അതെടുത്ത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ അനുരാജ് മനോഹർ എന്ന് പറയുന്ന സംവിധായകനും അതുപോലെ അബിൻ ജോസഫ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ തിരക്കഥ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ നട്ടല്. പിന്നെ ഇതിനകത്തെ കഥാപാത്രങ്ങളെയൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദിവാസി യുവാവായിട്ട് ചാമി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വേഷമിട്ട പ്രണവ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. ആ പുള്ളിയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ള, മനസ്സിൽ ചില കഥാപാത്രങ്ങൾ തങ്ങി നിൽക്കുന്നത് പോലെ അവനും നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുപോലെ തന്നെ സുരാജിൻ്റെ കഥാപാത്രം അധികം നേരമില്ലെങ്കിലും സുരാജിൻ്റെ ചില മാനറിസങ്ങളും ചില രീതികളും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. സുരാജിൻ്റെ കഥാപാത്രം വളരെയധികം മനസ്സിനെ സ്വാധീനിക്കുവാനും നമുക്ക് ഉൾക്കൊള്ളാനും അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ ചില കഥാപാത്രത്തിന് കഴിയുന്ന, അത് അധികം നേരം വേണമെന്നില്ല. ചില കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അതുപോലെ തന്നെ തമിഴ് നടൻ ചേരൻ ആദ്യമായിട്ട് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് നിസ്സാര കാര്യമല്ല. പുള്ളി മികച്ചൊരു കഥാപാത്രത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുടനീളം നമ്മളെ ഈ കഥാതന്തുവായിട്ട് സംവേദനം ചെയ്യുവാനും അതിലൂടെ ഒരു പരിധിവരെ ചിന്തിക്കുവാനും ഇടയ്ക്കിടയ്ക്കൊരു വിങ്ങലായിട്ട് ചില ഓർമ്മകൾ മനസ്സിലേക്ക് നിറയ്ക്കാനൊക്കെ ഈ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊളുത്തി പിടിക്കുന്ന പോലെ ചില അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകും. അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ സിനിമയുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ചിത്രമായിട്ടാണ് നരിവേട്ട എനിക്ക് തോന്നിയത്. പലരും ഒരു പക്ഷേ അഭിപ്രായപ്പെടാം ഇതിൻ്റെ ആദ്യ പകുതി ചില ലാഗ് ഉണ്ട് എന്നൊക്കെ അഭിപ്രായപ്പെടാം. എനിക്ക് തോന്നുന്നു ഈ കഥയ്ക്ക് ആവശ്യമായ ലാഗ് തന്നെയാണ് ഇതെന്ന് തോന്നുന്നു. ഈ പടം കണ്ടു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ, അല്പസമയം നമുക്ക് മിണ്ടാനാവാത്ത അവസ്ഥയിലേക്ക് ഈ ചിത്രം കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എവിടെയൊക്കെയോ ഈ ചിത്രം സ്വാധീനിച്ചിരിക്കുന്നു. ഈ കഥ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ചിന്തിക്കാം. അപ്പം ടൊവിനോ അവതരിപ്പിച്ച ഈ കഥാപാത്രവും അതുപോലെ ഈ സിനിമയും മലയാള പ്രേക്ഷകർ നല്ല രീതിയിൽ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷന് ഉയരാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ചിത്രം, മലയാള സിനിമയിലെ എല്ലാ ചിത്രങ്ങളും നല്ലതായിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ട 2 ചിത്രങ്ങളും ഉജ്ജ്വലൻ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ വേറെ ഒരു രീതിയിൽ നമ്മളെ സ്വാധീനിച്ചെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിച്ച ഒരു സിനിമയാണ് നരിവേട്ട. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം.